ഹലോ ഡിയേഴ്സ്, സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ ഇപ്പോഴത്തെ യുവതാരങ്ങളിൽ ഏറ്റവും പോപ്പുലറായ നസ്ലൻ പി ഗഫൂറിനെ കുറിച്ചാണ്. നസ്ലിന്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ ജെൻസിയോട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യുവതാരമാണ് നസ്ലിൻ. ഉദാഹരണത്തിന്, നസ്ലിനെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയ തണ്ണീർമത്തൻ ദിനങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. നസ്ലിൻ ഒരു സ്ഥിരം ബാക്ക് ബെഞ്ചറാണ്. ഭൂരിപക്ഷം ടീനേജേഴ്സിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒന്നിനോടും പേടിയില്ലാത്ത, സിസ്റ്റത്തോട് പേടിയില്ലാത്ത ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ആണ്. നസ്ലിന് മാർക്ക് കുറവായിരിക്കും, നസ്ലിന് പ്രണയങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ ആ കഥാപാത്രം എപ്പോഴും വളരെ കൂളായിരിക്കും. തണ്ണീർമത്തൻ മുതൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന നസ്ലിൻ കഥാപാത്രങ്ങളുടെ ഒരു ഫാക്ടർ, പ്രത്യേകിച്ചും ജെൻസിക്കും ടീനേജേഴ്സിനും കുറച്ചുകൂടി പെട്ടെന്ന് കണക്ട് ആവുന്ന, പുരുഷന്മാർക്ക് ആൺകുട്ടികൾ കണക്ട് ആവുന്ന ഒരു സംഗതി, ഈ നസ്ലിന്റെ കഥാപാത്രങ്ങളുടെ സ്വഭാവം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഈ സിഗ്മ മെയിൽ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷനോട് വല്ലാതെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, തണ്ണീർമത്തൻ ദിനങ്ങളിലെ മാത്യൂസിന്റെ കഥാപാത്രം ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്ന സമയത്തൊക്കെ നസ്ലിൻ ഇവരോട് തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, ഒരു പെണ്ണിന്റെ പിറകെ നടക്കാതെ വേറെ വല്ല പണിയും ചെയ്തില്ല. അപ്പൊ നസ്ലിന്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് കൂട്ടുകാരെ പോയി ഹാങ് ഔട്ട് ചെയ്യുക, പഫ്സ് കഴിക്കുക, ക്രിക്കറ്റ് കളിക്കുക. ഇതിനപ്പുറത്തേക്ക് സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ നസ്ലിന് എന്തോ ഒരു അവേർഷൻ ഉണ്ട്. ഇത് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലത്തെ, ഇൻസ്റ്റാ കാലത്തെ ആൺകുട്ടികൾക്ക്, ടീനേജ് ആൺകുട്ടികൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടറാണ്. പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും, എനിക്ക് തോന്നുന്നു ഈ തൊപ്പിയെ പോലത്തെ ആൾക്കാരൊക്കെ ആദ്യകാലത്ത് ചെറുപ്പക്കാരുടെ വല്ലാതെ പോപ്പുലർ ആവാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിഗ്മ മെയിൽ എന്നുള്ള ഒരു ഐഡന്റിറ്റിയോടുള്ള ആ വല്ലാത്തൊരു ഭ്രമമാണ്. അവർക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല, പെൺകുട്ടികളോട് ഒരു വെറുപ്പാണ്, ഒരു വല്ലാത്തൊരു അറപ്പാണ്. മാത്രമല്ല, പുരുഷന്മാർ ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ കുറച്ചുകൂടി ഉയരത്തിലാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡോമിനന്റ് ആണ് എന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിഗ്മ മെയിൽ എന്നുള്ള സംഗതി +2 ഒന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേമലൂലൊക്കെ എത്തിയ സമയത്ത് നസ്ലിൻ പ്രേമിക്കാൻ തുടങ്ങി. നസ്ലിന് ഒരു ഗേൾ ഫ്രണ്ട് വേണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കുറെ മാറ്റങ്ങളൊക്കെ നസ്ലിന് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ വേറെ രസമുള്ള കാര്യം, പ്രേമലൂൽ നസ്ലിൻ പ്രണയിക്കുന്നുണ്ട്, നസ്ലിൻ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കണം എന്നൊക്കെ നല്ലോണം ആഗ്രഹമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നസ്ലിന്റെ രീതികൾ മാറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിലെ റീനോ എന്നുള്ള മമിതയുടെ കഥാപാത്രം വളരെ ആംബീഷ്യസ് ആണ്. അവൾക്ക് ലൈഫിനെ പറ്റി കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അവൾക്ക് ജോലി വേണം, അവൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, കൃത്യമായ ലൈഫിനെ പറ്റി എല്ലാ തരത്തിലും പ്ലാൻ ചെയ്തൊരു പെൺകുട്ടിയാണ്. അതേസമയം അപ്പുറത്ത് നസ്ലിനാണെങ്കിൽ തന്റെ സപ്ലി ഇപ്പോൾ എഴുതിയെടുത്തിട്ടില്ല. സച്ചിന്റെ കഥാപാത്രം വളരെ ഈ +2 ലൈഫിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭാഗത്തിൽ മാത്രം നസ്ലിന് മാറ്റം വന്നില്ല. അപ്പൊ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ തണ്ണീർമത്തനിലെ നസ്ലിൻ കഥാപാത്രത്തിന്റെ തുടർച്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേമലൂലുള്ളത്. അവൻ ഒട്ടും സീരിയസ് അല്ല, വളരെ കാഷ്വൽ ആണ്, പക്ഷെ അപ്പോൾ അവന് പ്രണയവും വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നസ്ലിൻ അല്ലെങ്കിൽ സച്ചിൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ശരിക്കും പ്രേമലുവിന്റെ ഒരു കോൺഫ്ലിക്റ്റ്. കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും മമിത ചെയ്ത റീനു എന്ന കഥാപാത്രം അവസാനം നസ്ലിന്റെ സച്ചിൻ ഗിൽറ്റ് അടുപ്പിച്ചാണ് മമിതയെ കൊണ്ട് പ്രണയിപ്പിക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ആ ക്യാമറ ആ സമയത്ത് നിന്നത് സച്ചിന്റെ കൂടെയാണ്. സത്യം പറഞ്ഞാൽ മമിതയ്ക്ക് ഒരാളുടെ പ്രണയത്തെ നിരസിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, ഈ നാട്ടിലതുണ്ട്. അങ്ങനെ അവളത് നിരസിക്കുകയും ചെയ്തു. കാരണം ഇത്ര ആംബിഷ്യസ് ആയ ഒരു പെൺകുട്ടിക്ക് ഇത്രയും സപ്ലി ഉള്ള ലൈഫിനെ പറ്റി യാതൊരു തരത്തിലുള്ള കാഴ്ചപ്പാടില്ലാത്ത ഒരാളെ പ്രണയിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ആ പ്രണയം അവർക്ക് നിരസിക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം, സംവിധായകൻ ഇവിടെ കാണികളെ ചേർത്ത് നിർത്തുന്നത് സച്ചിനൊപ്പമാണ്. അതായത് സച്ചിൻ എന്തോ ഒരു ഇൻജസ്റ്റിസിന് വിധേയനായെന്നും അവന്റെ പ്രണയം നിരസിച്ചതിലൂടെ സച്ചിനോട് വലിയൊരു തെറ്റാണ് റീനു ചെയ്തതെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവസാനം റീനുവിന്റെ മനസ്സിൽ ഗിൽറ്റ് എടുപ്പിച്ച് അവസാനം സച്ചിനെ പ്രണയിപ്പിക്കുന്ന രീതിയിലാണ് ആ സിനിമയുടെ കഥ പോകുന്നത്. അത് നമുക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണെന്ന് തന്നെ പറയേണ്ടി വരും. നസ്ലിന്റെ അഭിനയ ശൈലിയിലെ മറ്റൊരു സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ളത് നസ്ലിൻ കൊടുക്കുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. അതായത് കഥാപാത്രങ്ങൾ മറ്റു രണ്ടുപേരായിരിക്കും സംസാരിക്കുന്നത്. പ്രേമലു എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം അമൽ ഡേവിസും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനിൽ നസ്ലിൻ കൊടുക്കുന്ന ചില റിയാക്ഷൻ ഉണ്ട്. അത് യുവതാരങ്ങളെ നസ്ലിനെ കൊണ്ട് മാത്രം പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് പറയുന്നത്. ഒരു റിയാക്ഷൻ, നസ്ലിൻ കൊടുക്കുന്ന റിയാക്ഷൻ പലപ്പോഴും ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നസ്ലിന്റെ അഭിനയ ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. അത് ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് തന്നെ നസ്ലിൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ആവാം. ഇതേ സിനിമയിൽ തന്നെ മറ്റൊരു രസകരമായ ഒരു ഉദാഹരണം, ഈ ആദിയും റീനുവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ഭയങ്കരമായ സംശയത്തിരിക്കുന്ന സച്ചിൻ ഇവിടെ ഒരു നൃത്തരംഗം കാണുന്നുണ്ട്. ഈ നൃത്തരംഗം കാണുന്ന സമയത്ത് കാര്യം ആ പാട്ടും ഡാൻസും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ക്യാമറ സച്ചിന്റെ മുഖത്താണ്, നസ്ലിന്റെ മുഖത്താണ്. ആ സമയത്ത് നസ്ലിൻ കാണിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ആ സീനിനെ വളരെയധികം രസകരമാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കൃത്യമായി തന്റെ കൂടെയുള്ള ആ ആക്ടേഴ്സിന്റെ അഭിനയത്തോടും അവരുടെ ഡയലോഗിലൂടെയുള്ള റിയാക്ഷനിലൂടെ നസ്ലിൻ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടാവുന്നുണ്ട്. നസ്ലിന്റെ വളർച്ചയിൽ ഗിരീഷ് ഷെഡി എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു സ്വാധീനം വളരെ വലുതാണ്. ഗിരീഷ് ഷെഡിയുടെ ആദ്യ സിനിമ മുതൽ തണ്ണീർമത്തം മുതൽ പ്രേമലു വരെ എത്തി നിൽക്കുമ്പോൾ എല്ലാ സിനിമകളിലും നസ്ലിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് കുറച്ച് വിഷമം തോന്നിയിട്ടുള്ള കാര്യം, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമയായിരുന്നു ആയാം കാതലൻ.
അതധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. കാരണം അത് പ്രേമലുവിന് ശേഷം റിലീസ് ചെയ്തുകൊണ്ടായിരിക്കാം. അതിന് ഭയങ്കരമായിട്ട് പ്രൊമോഷൻ കൊടുത്തില്ല, കാര്യമായിട്ട് ആൾക്കാർ ഇത് കണ്ടില്ല. പക്ഷെ അതിൽ നമുക്ക് ഈ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ നായികയോട് വല്ലാതെ ക്രുദ്ധനാവുന്ന, അല്ലെങ്കിൽ സിസ്റ്റത്തോട് തന്നെ മൊത്തത്തിൽ വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രത്തെ കാണാൻ പറ്റും. അപ്പൊ ഈ പ്രണയം നിരസിച്ച ശേഷമുള്ള ഒരു ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ഗിരീഷ് ഷെഡി നസ്ലിൽ കൃത്യമായി കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു രൂപത്തെ അവിടെ സൃഷ്ടിച്ച് ഒരുപക്ഷെ ആൾക്കാർക്ക് കുറച്ചുകൂടി നസ്ലിൻ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണവും ഈ സക്സസ്ഫുൾ ആയ കാമുകന്മാരെക്കാൾ ഒരുപക്ഷെ അൺസക്സസ്ഫുൾ ആയ കാമുകന്മാര് ഭൂരിപക്ഷത്തോട് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഗിരീഷ് ഷെഡി നസ്ലിന്റെ ആ ഒരു സൈഡ്, ആ ഒരു പൊട്ടൻഷ്യൽ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതെ അതെ. നസ്ലിൻ തന്റെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും പ്രാദേശികമായ ഭാഷാ ശൈലി കൈവിടാതെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല പുള്ളിയുടെ ഒരു കൊടുങ്ങല്ലൂർ ഒരു ഭാഷാ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് പുള്ളി മിക്കവാറും എല്ലാ സിനിമയിലും കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അത് ആ കഥാപാത്രത്തിന് വല്ലാത്തൊരു കംഫർട്ട് സോൺ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നസ്ലിൻ ഏതൊക്കെ കഥാപാത്രത്തിന്റെ ഏതൊക്കെ ഷെയ്ഡ് എടുത്താലും നസ്ലിൻ അവസാനം മലയാളികൾക്ക് ആ തണ്ണീർമത്തൽ നസ്ലിനായി തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അത് അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ശൈലിയായി മാറുന്നുണ്ട്. അതെ അതെ. നസ്ലിന്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ നായകനായിട്ട് മാത്രമല്ല, നായിക പ്രാധാന്യമുള്ള സിനിമകളിൽ നസ്ലിൻ അഭിനയിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. നസ്ലിന്റെ ചില സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സൂപ്പർ ശരണ്യ, അത് അനശ്വരരാജന്റെ ഒരു സിനിമയായിട്ടും നസ്ലിൻ ത്രൂ ഔട്ട് ആ സിനിമയിലുള്ള ഒരു കഥാപാത്രമാണ്. നായകൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നസ്ലിൻ ആ സിനിമ സെലക്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ലോകയാണ്. ലോക എല്ലാ അർത്ഥത്തിലും ഒരു നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. പക്ഷെ നമുക്ക് അവിടെ നസ്ലിനെ കാണാം. അതേപോലെ ജോ ആൻഡ് ജോ, ഇതിലെല്ലാം തന്നെ നായകൻ എന്നുള്ള ഒരു സ്ഥിരം മലയാള സിനിമയിലെ രൂപത്തിലല്ല നസ്ലിനോട് നിൽക്കുന്നത്. പക്ഷെ ആ നടൻ ആ റോളുകളെല്ലാം തന്നെ വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ലോകയിൽ എടുത്തു കഴിഞ്ഞാലും ലോകയിൽ കുറെ സീനിൽ നസ്ലിൻ കയ്യടി വാങ്ങുന്നുണ്ട്, ഡയലോഗ് പറയാതെ തന്നെ. ആണ്. അപ്പൊ നസ്ലിൻ ആ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രേമലുവിന്റെ ഒക്കെ ഒരു വൻ വിജയത്തോടുകൂടി നസ്ലിന് പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന ഒരു താരമായി മാറി. പ്രേമലു തന്നെ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. അതൊക്കെ വൻ വിജയമായി മാറുകയും ചെയ്തു. ഈ പ്രേമലുവോടുകൂടി ആ ഒരു സാധാരണക്കാരനായ ഒരു സ്കൂൾ കോളേജ് വിദ്യാർത്ഥിയിൽ നിന്ന് നസ്ലിൻ ഒരു നായകനായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു നായകനായി രൂപമാറ്റം വന്ന നസ്ലിനെയാണ് നമ്മൾ മോളിവുഡ് ടൈംസിൽ കാണുന്നത്. മോളിവുഡ് ടൈംസിനെ കുറിച്ച് പറയുമ്പോൾ മോളിവുഡ് ടൈംസിലെ വിനീത് മാധവൻ എന്ന സിനിമാ മോഹിയായിട്ടുള്ള ഒരു കഥാപാത്രം നസ്ലിന്റെ മുൻകാല സിനിമകൾ എടുത്തു നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തനാണ്. അതായത് വളരെ സിനിമാ മോഹിയായിട്ടുള്ള, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആ ഒരു നെക്സ്റ്റ് ഡോർ ഇമേജ് എന്നൊക്കെ മാറി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സംവിധായകനിലേക്കുള്ള ഒരു വളർച്ച എന്ന് വെച്ചാൽ ആ ഒരു ആംബീഷ്യസ് ആയ കഥാപാത്രം എനിക്ക് നസ്ലിൻ ആദ്യമായിട്ടേക്കും ചെയ്യുന്നു. എന്ന് വെച്ചാൽ മൂപ്പര് തന്റെ ആ ലക്ഷ്യം നേടാനായിട്ട് ഏതറ്റം വരെ പോകുന്ന റെഡിയാണ്. അതിൽ ചില സമയത്തെങ്കിലും ഈ കഥാപാത്രത്തിൽ ഒരു ഗ്രേ ഷെയ്ഡോ ഒരു ഡാർക്ക് ഷെയ്ഡോ ഒക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു നായക നടൻ എന്നുള്ള നസ്ലിന്റെ വളർച്ചയിൽ ഈ സിനിമ ഒരു നിർണായകമായ ചുവടുവെപ്പാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഇമേജ് മേക്ക് ഓവർ അവിടെ സംഭവിക്കുന്നുണ്ട്. അതെ, ഒരു ക്യൂട്ട് പയ്യൻ കംഫർട്ട് സോൺ ഒക്കെ വിട്ട് പുറത്തു വന്ന ഒരു അതാണ് കേവലം ഭാഗ്യം കൊണ്ട് ഉയർന്നു വന്ന ഒരു നടനല്ല നസ്ലിൻ. തന്റെ പരിമിതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരിമിതികളെ തരണം ചെയ്ത് കഠിനാധ്വാനം മൂലം വളർന്നു വന്ന് ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു 100 കോടി ക്ലബിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു പൊട്ടൻഷ്യലുള്ള ഒരു നടനായി നസ്ലിൻ മാറിക്കഴിഞ്ഞു. നസ്ലിനെ പോലൊരു നടന്റെ വളർച്ച സിനിമാ പ്രേമികൾക്ക് എന്തുകൊണ്ട് സന്തോഷിക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം നെപ്പോ കിഡുകളുടെ വിളനിലമായിട്ട് ഇന്ത്യൻ സിനിമ മാറിയിട്ടുണ്ട്. മലയാള സിനിമയും ഒട്ടും മോശമല്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സ്വന്തമായി വഴിവെട്ടി വന്ന് വിജയങ്ങൾ നേടിയ നസ്ലിനെ പോലത്തെ ഒരു നടന്റെ വളർച്ച, വിജയം, അത് വളർന്നു വരുന്ന ഒരുപാട് യുവതാരങ്ങൾക്ക്, അതിൽ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല, അവർക്കെല്ലാം തന്നെ സിനിമയെ ഒരു കരിയറായിട്ട് എടുക്കാൻ ഒരുപാട് ധൈര്യം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. സിനിമാ നോട്ടത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. താങ്ക് യു.